മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന യുദ്ധം സൈനിക ഏറ്റുമുട്ടലുകൾക്കപ്പുറം രാഷ്ട്രീയവും സാമൂഹികവുമായ വലിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ ഭാവിയെക്കുറിച്ച് മുന്നറിയിപ്പുമായി ചില ഇസ്രയേലി വിശകലന വിദഗ്ധർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രയേൽ നേരിടുന്ന യുദ്ധം ദീർഘകാലത്തേക്ക് നീണ്ടാൽ രാജ്യത്തിന്റെ ആഭ്യന്തര ഘടന തന്നെ തകരാൻ തുടങ്ങാമെന്നാണ് ഇസ്രയേലി രാഷ്ട്രീയ നിരീക്ഷകനായ അലോൺ മിസ്രാഹി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് യുദ്ധം ഒരേ സമയം പല മേഖലകളിലേക്ക് വ്യാപിച്ചാൽ, അതായത് ഇറാൻ, ലബനനിലെ ഹിസ്ബുള്ള, സിറിയ, ഗാസ എന്നിവിടങ്ങളിലായി നിരവധി മുന്നണികളിൽ പോരാട്ടം തുടരേണ്ട സാഹചര്യം വന്നാൽ ഇസ്രയേലിന് അതീവ ഗുരുതരമായ ആഭ്യന്തര സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പോസ്റ്റുകളിലൂടെയാണ് മിസ്രാഹി ഈ മുന്നറിയിപ്പ് പങ്കുവച്ചത്. നിലവിലെ യുദ്ധത്തിന്റെ തീവ്രതയും വ്യാപ്തിയും തുടരുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ രാജ്യത്തിന്റെ ആഭ്യന്തര ഘടനയിൽ വിള്ളലുകൾ കാണാൻ തുടങ്ങാമെന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇതിനോടകം തന്നെ ഇസ്രയേലിൽ ആന്തരിക സമ്മർദ്ദത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. സൈനിക മുന്നണികളിൽ തുടരുന്ന ആക്രമണങ്ങൾ, തുടർച്ചയായ മിസൈൽ ഭീഷണികൾ, ദീർഘകാല യുദ്ധത്തിന്റെ സാമ്പത്തിക ബാധ്യത എന്നിവയെല്ലാം ചേർന്നാണ് രാജ്യത്തിനകത്തെ സമ്മർദ്ദം വർദ്ധിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇതിനിടെ മറ്റൊരാശങ്കയും ഉയരുന്നുണ്ട്. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന ഘടകമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം കുറയുന്നതായി ചില ഇസ്രയേലി അമേരിക്കൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം മുൻപ് തന്നെ ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ പ്രവചിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ദീർഘകാലം തുടർന്നുകൊണ്ടിരിക്കുന്ന മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ വലിയ തോതിൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ആവശ്യമാണ്. എന്നാൽ യുദ്ധം കൂടുതൽ നീണ്ടാൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. വടക്കൻ അതിർത്തിയിലെ സാഹചര്യം പ്രത്യേകിച്ച് സങ്കീർണമായിരിക്കുകയാണ്. ലബനനിലെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന് ഈ മേഖലയിലെ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടെന്നും വലിയ തോതിലുള്ള കരസേന ആക്രമണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നുമാണ് മിസ്രാഹിയുടെ വിലയിരുത്തൽ. ഒരേ സമയം നിരവധി മുന്നണികളിൽ യുദ്ധം തുടരേണ്ട സാഹചര്യം വന്നാൽ അത് ഇസ്രയേലിന്റെ സൈനിക ശേഷിയെയും സാമ്പത്തിക ശേഷിയെയും കടുത്ത പരീക്ഷണത്തിലാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധത്തിന്റെ ദീർഘകാല പ്രതിഫലനങ്ങളെ കുറിച്ച് രാജ്യത്തിനകത്ത് രാഷ്ട്രീയ വിമർശനങ്ങളും ശക്തമായി ഉയരുന്നുണ്ട്. മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന ആരോപണങ്ങൾ ടെലിവിഷൻ ചർച്ചകളിലും പൊതു ചർച്ചകളിലും ഉയർന്നു വരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള വിശ്വാസവും കുറഞ്ഞു വരുന്നതായും വിലയിരുത്തലുകളുണ്ട്. ചില സർവേകളിൽ സുരക്ഷാ കാരണങ്ങളാൽ സൈനിക നടപടികൾക്ക് ജനങ്ങളുടെ വലിയൊരു വിഭാഗം പിന്തുണ നൽകുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ പ്രവർത്തനത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നവരുടെ ശതമാനം വളരെ കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക മേഖലയും ഈ യുദ്ധത്തിന്റെ ആഘാതം അനുഭവിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. തുടർച്ചയായ യുദ്ധം മൂലം രാജ്യത്ത് സാമ്പത്തിക തടസ്സങ്ങളും തൊഴിലാളി ക്ഷാമവും സൈനിക സമാഹരണ ക്ഷീണവും പ്രകടമാകുന്നുവെന്നാണ് ചില നിരീക്ഷകർ പറയുന്നത്. അതിനൊപ്പം സാമൂഹിക മേഖലകളിലും സമ്മർദ്ദം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് സൈനിക സേവനത്തിൽ നിന്ന് ചില വിഭാഗങ്ങളെ ഒഴിവാക്കിയതിനെ ചൊല്ലി മതേതര വിഭാഗങ്ങളും മതാധിഷ്ഠിത സയനിസ്റ്റ് വിഭാഗങ്ങളും തമ്മിൽ അസന്തോഷം ഉയരുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇസ്രയേലിന്റെ ഭാവിയെക്കുറിച്ച് മുൻപും സമാനമായ മുന്നറിയിപ്പുകൾ ഉയർന്നിട്ടുണ്ട്. വിരമിച്ച ഇസ്രയേലി മേജർ ജനറലായ ഇൽസാഹ് ബിർക്ക് ഇതിനു മുൻപ് തന്നെ ദീർഘകാല യുദ്ധം രാജ്യത്തെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നയിക്കാമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ വിലയിരുത്തലിൽ ഹമാസും ഹിസ്ബുള്ളയും പോലുള്ള സംഘടനകളുമായി നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങൾ സൈനിക ക്ഷീണവും ആഭ്യന്തര വിഭജനവും ശക്തമാക്കാൻ സാധ്യതയുണ്ട്. ഒരു ലേഖനത്തിൽ അദ്ദേഹം ഇസ്രയേൽ അഘാതത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ് എന്ന കർശനമായ മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നിരുന്നാലും ഇതുവരെ ഇസ്രയേൽ പല വെല്ലുവിളികളെയും അതിജീവിച്ചിട്ടുണ്ടെന്നും ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നിരുന്നാലും യുദ്ധത്തിന്റെ ദൈർഘ്യം കൂടുംതോറും സമൂഹത്തിൽ ക്ഷീണം, മാനസിക സമ്മർദ്ദം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതിനിടെയാണ് മിസ്രാഹി കൂടുതൽ കർശനമായ മുന്നറിയിപ്പ് ഉയർത്തിയത്. നിലവിലെ വേഗതയിൽ യുദ്ധം തുടരുകയാണെങ്കിൽ ഒരു മാസത്തിനകം അല്ലെങ്കിൽ അതിന് കുറച്ച് ശേഷമെങ്കിലും രാജ്യത്തിനകത്ത് വലിയ വിള്ളലുകൾ ഉണ്ടാകാമെന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇറാനും ഹിസ്ബുള്ളിയും ഒരുമിച്ച് കൂടുതൽ ശക്തമായ ശത്രുവായി മാറുന്നുവെന്നും പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഈ മാറ്റം മേഖലയിൽ അമേരിക്കയുടെ ആധിപത്യം കുറയുന്നതിന്റെ സൂചനയായിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന യുദ്ധം ഇനി സൈനിക ഏറ്റുമുട്ടലുകൾക്കപ്പുറം രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ദൈർഘ്യവും വ്യാപ്തിയും കൂടുന്ന സാഹചര്യത്തിൽ ഈ പ്രത്യാഘാതങ്ങൾ ഇസ്രയേലിനും മുഴുവൻ പ്രദേശത്തിനും എത്രത്തോളം ബാധകമാകുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.